നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷേ നമ്മളത് മറന്നുപോകും. അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ യൂണിറ്റിൻ്റെ സമയത്ത് ചാപ്റ്റർ വൈസ് തിയറി കൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി വയ്ക്കുക. മാക്സിമം പറ്റുന്നിടത്തോളം തിയറി നോക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം, പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബ്രെയിനിന് റെസ്റ്റും കൂടി കൊടുക്കണം. അപ്പോൾ 6 hours എന്തായാലും ഉറങ്ങാം. പിന്നെ ഫുൾ മോഡൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ചാപ്റ്റർ വൈസിലോട്ട് പോവില്ല, ചാപ്റ്റർ വൈസിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോവില്ല. ചിലപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. നമ്മൾ പകുതി വായിക്കുമ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാ, അപ്പോൾ നമ്മുടെ മൈൻഡിൽ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എയിംസ് ഡൽഹി എന്ന പ്രീമിയം മെഡിക്കൽ ക്യാമ്പസ് സ്വപ്നം കാണാത്ത ഒരു നീറ്റ് ആസ്പിറൻസും ഉണ്ടാവില്ല. നീറ്റ് 2025 എക്സാം പ്രിപ്പറേഷൻസ് അതിന്റെ ഫൈനൽ റൗണ്ടിനോട് അടുത്ത് വരുമ്പോൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണമെന്നും ആ ഹാർഡ് വർക്ക് എങ്ങനെ സക്സസ് ആയി കൺവേർട്ട് ചെയ്തു എന്നും തെളിയിച്ച ഒരു കൊച്ചുമിടുക്കിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മഞ്ജിമ നീറ്റ് 2024 നീറ്റ് ആസ്പിരന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് വഴി നീറ്റ് 2024 712 മാർക്കോടെ 127ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. അപ്പൊ മഞ്ജിമ എയിംസ് ഡൽഹിയിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ മഞ്ജിമയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് മഞ്ജിമ, എന്താണ് ഞങ്ങളോട് പറയാനുള്ള എയിംസ് വിശേഷങ്ങൾ? എയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒത്തിരി ആഗ്രഹിച്ച് ചെന്നൊരു ക്യാമ്പസാണ്. നമ്മൾ ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ചെന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർക്ക് നല്ല സപ്പോർട്ടാണ്. ക്യാമ്പസൊക്കെ കാണാൻ തന്നെ ഒത്തിരി ഉണ്ട്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവിടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒത്തിരി ഉണ്ട്, സ്പോർട്സ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വൈറ്റ് കോട്ട് സെറിമണി ഒക്കെ കഴിഞ്ഞ് ആ എയിംസിന്റെ അവിടെ നിന്നപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു, ഒരു അഭിമാനം കൂടിയുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ ഇപ്പം ഈ എയിംസ് മോള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എയിംസ് സ്വപ്നം കണ്ടിരുന്നോ ഡൽഹിയിൽ കിട്ടണമെന്ന്? അങ്ങനെ ഞാൻ ഭയങ്കരമായി സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. എനിക്ക് കൂടുതലും നാട്ടിൽ തന്നെ നിൽക്കണമെന്നൊരു ഇതിലായിരുന്നു. പക്ഷേ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ എയിംസ് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയിട്ട് പിന്നെ പോവാതിരിക്കരുത് എന്നുള്ളതുകൊണ്ട് പോയി. ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എയിംസ് സ്വപ്നം കാണുന്ന കുറെ അധികം ജൂനിയർ വിദ്യാർത്ഥികൾ ഇപ്പൊ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പം അവർക്കിപ്പം മോഡൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് ഓൾ യൂണിറ്റ് എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയും നാള് അവർ ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചിരുന്ന സമയത്ത് ഇനി അങ്ങ് ഫുൾ ചാപ്റ്റർ പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പൊ ഉറപ്പായിട്ടും മോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ടെൻഷൻ, സ്ട്രെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്താണ് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ആസ് എ സീനിയർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? ടെൻഷൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു പഠിച്ച കാര്യം തന്നെ ആണെങ്കിലും നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷേ നമ്മളത് മറന്നുപോകും. അതിപ്പോൾ മറന്നു പോകുമ്പോൾ ടെൻഷൻ കാരണം നമുക്ക് മറന്നു പോകുന്നേ. നമ്മളെല്ലാവരും പഠിച്ചിട്ട് തന്നെ ഇരിക്കുന്നേ. നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരുന്ന് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് നമ്മളെ റിസൾട്ടിനും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സാംസ് എഴുതുമ്പോഴത്തേക്ക് മാർക്ക് കൂടും കുറയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇതായിരിക്കും. ഒത്തിരി ടെൻഷനൊക്കെ ആകുമ്പോൾ എല്ലാവരോടും പോയി സംസാരിക്കുക. നമുക്കിപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രില്യൻ്റിലാണെങ്കിലും ഒത്തിരി പേരുണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വീട്ടിൽ സംസാരിക്കുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളിടത്ത് നമ്മൾ സംസാരിക്കുക. ഇൻ കേസ് കരയാനാണെങ്കിലും കരയുമ്പോഴൊക്കെ നമുക്കൊരു സമാധാനം കിട്ടില്ലേ? അങ്ങനെ മഞ്ജിമ കരച്ചിട്ടുണ്ടോ? ഞാനിവിടെ കിടന്ന് ഒത്തിരി കരഞ്ഞിട്ടില്ല. അവസാനം കരഞ്ഞതിന്റെ ഒക്കെ എഫേർട്ടാണ് ഇപ്പം വൈറ്റ് കോട്ടായിട്ട് കയ്യിലിരിക്കുന്നത്. അപ്പം മോൾക്ക് അല്ലെങ്കിൽ മോൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം നമുക്ക് ഈ 3 സബ്ജക്റ്റുകളും പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ 3 ടോപ്പിക്കുകളും കൈകാര്യം ചെയ്തത്? എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? 3 ഇപ്പോൾ യൂണിറ്റ് വൈസ് ആണല്ലോ നടക്കുന്നത്. ഫിസിക്സ് ഒക്കെ യൂണിറ്റ് വൈസ് നടക്കുമ്പോഴത്തേക്ക് ഫുൾ മോഡലിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് എല്ലാം നോക്കി തീരും. ഇപ്പോൾ ഫുൾ മോഡൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചാപ്റ്റർ വൈസ് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ യൂണിറ്റിൻ്റെ സമയത്ത് ചാപ്റ്റർ വൈസ് തിയറി കൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി വയ്ക്കുക. മാക്സിമം പറ്റുന്നിടത്തോളം തിയറി നോക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം, പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫിസിക്സ് ഞാൻ കൂടുതലും ബയോളജി എന്തായാലും വായിച്ചു തീർക്കണമല്ലോ. ആദ്യമേ കൂടുതലും ഞാൻ ബയോളജി, ഇപ്പം 3 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ബയോളജി ഡിവൈഡ് ചെയ്ത് 3 ദിവസത്തേക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ദിവസം എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിലും വെക്കുമായിരുന്നു. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ NCERT വായിക്കേണ്ട
ഇൻ കേസ് ഓർഗാനിക് ഒക്കെ ആണെങ്കിൽ പിന്നെ പി ബ്ലോക്ക് പോലുള്ള ചാപ്റ്ററൊക്കെ എൻ സി ആർ ടി വായിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് എല്ലാം എൻ സി ആർ ടി നന്നായിട്ട് വായിച്ചു പോകണം. ബയോളജി റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. കെമിസ്ട്രി പിന്നെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ കൂടെ വേണേൽ നമ്മൾ മറക്കുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ പിന്നീട് ഒന്നും കൂടെ ആ പേപ്പർ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. ഇപ്പോൾ യൂണിറ്റ് വൈസിൻ്റെ സമയത്ത് എനിക്ക് മൊത്തം ഫിസിക്സ് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പകുതി ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് നോട്ടൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ഇപ്പോൾ 2 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് നോട്ട് നോക്കിയിട്ട് പോയി ആ എക്സാം എഴുതും. പിന്നെ അതിൻ്റെ കമ്പൈൻഡ് വരുമ്പോഴാണ് ആ ഫിസിക്സിൻ്റെ കൂടുതലും ഞാൻ നോക്കാറുള്ളത്. ഫിസിക്സ് ആയിരുന്നു ഞാൻ കൂടുതലും ലാസ്റ്റിലേക്ക് പെൻഡിങ് വെക്കുക. കാരണം ബയോളജിയും കെമിസ്ട്രി ഒക്കെ തിയറി ആയതുകൊണ്ട് അത് പഠിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫിസിക്സ് നമുക്ക് കൺസെപ്റ്റൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതും ഫിസിക്സാണ് ഞാൻ കൂടുതലും ലാസ്റ്റിലത്തേക്ക് വെച്ചേക്കാറുള്ളത്. മോളെ ഇപ്പം കുറേ സ്റ്റുഡൻസ് ഉറക്കം പോലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. പക്ഷെ അവർ വർക്ക് ചെയ്തതിന്റെ അത്രയും മാർക്ക് ചിലപ്പോൾ എക്സാമിന് വരുന്നില്ലായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് ഹാർഡ് വർക്കിനേക്കാളും കുറച്ചുകൂടെ സ്മാർട്ട് വർക്ക് ആയിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായിരുന്നു മോളുടെ ഒരു സ്മാർട്ട് വർക്കിന് വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ, അല്ലെങ്കിൽ മോൾ എങ്ങനെയായിരുന്നു അതൊന്ന് കോർഡിനേറ്റ് ചെയ്തത്? നമ്മൾ ഉറങ്ങേണ്ടത് 6 hours ഞാൻ ഉറങ്ങുന്നത് സ്ലീപ്പ് കീപ്പ് ചെയ്തിട്ട് തന്നെയായിരുന്നു പഠിക്കുന്നത്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഇത് നീറ്റ് എക്സാം വരെ നമ്മൾ ഒരേപോലെ പോവേണ്ടതാണ്. ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെസ്റ്റ് ചെയ്യണം. നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രെയിനിന് ആ റെസ്റ്റും കൂടി കൊടുക്കണം. അപ്പോൾ 6 hours എന്തായാലും ഉറങ്ങാം, പിന്നെ ഉള്ള മാക്സിമം ടൈം പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക മീൻസ് ആദ്യം തൊട്ടൊരു ചാപ്റ്റർ ഫുള്ളായിട്ട് വായിക്കുക എന്നാണോ ഉദ്ദേശിച്ചത്? അത് നമ്മൾ യൂണിറ്റ് വൈസ് യൂണിറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം തൊട്ട് മൊത്തത്തിൽ നോക്കിയേക്കും. പിന്നെ കമ്പൈൻഡ് വരുമ്പോൾ നമ്മൾ നോക്കാത്ത ചാപ്റ്റർ നോക്കും. പിന്നെ നോക്കിയതിൻ്റെ ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ റിവൈസ് ചെയ്ത് പോവുക. പിന്നെ ഫുൾ മോഡൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ചാപ്റ്റർ വൈസിലോട്ട് പോവില്ല, ചാപ്റ്റർ വൈസിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോയില്ല. അപ്പോൾ ഫുൾ മോഡലിൻ്റെ ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചെയ്യുന്നത്. അവിടെ നമ്മൾ കുറച്ചിപ്പം കമ്പൈൻഡ് കഴിഞ്ഞിട്ട് ഫുൾ മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ചാപ്റ്ററും ഓർമ്മ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തിയറി റിവൈസ് ചെയ്ത് വന്ന് സെറ്റ് ആയിക്കോളും. ഇപ്പം ഫുൾ മോഡലിൻ്റെ ആദ്യമൊക്കെ കുറച്ച് മാർക്ക് കുറഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് കൂട്ടാൻ നോക്കണം. കാരണം ഒരാഴ്ച കൊണ്ട് നമുക്ക് തിയറി എല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്ത് വരാനുള്ള സമയമാവും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഫുൾ മോഡലിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. അവിടെ നമ്മൾ ഒരു ചാപ്റ്ററിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാത്രമേ കിട്ടുള്ളൂ. ഒരു ഫുൾ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള എത്ര ചാപ്റ്ററാണോ എല്ലാത്തിൽ നിന്നും ഉള്ളൊരു കൺസെപ്റ്റ് കിട്ടും. അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയില്ല, അതെങ്ങനെയായിരുന്നു, അത് മറന്നുപോയതാണോ എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ എൻ സി ആർ ടിയിലെ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ എൻ സി ആർ ടി തുറന്ന് ആ സെൻറ്റൻസ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ പറ്റും. അപ്പം മോള് അവസാനത്തെ മോഡൽ എക്സാം വരെ അറ്റൻഡ് ചെയ്തിരുന്നോ? അതെ, ഞാൻ തലേ ദിവസത്തെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അവസാനം വരുമ്പോഴത്തേക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനാണോ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഫുൾ മോഡൽ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസിലായിരുന്നു. തിയറി ഇപ്പോൾ കുറച്ച് ദിവസം തിയറി നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടെന്ന് നമുക്കൊരിതുണ്ടാവുമല്ലോ, അത്രയും നാളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ തിയറി മറന്നു എന്ന് തോന്നുമ്പോഴത്തേക്ക് വീണ്ടും തിയറി എടുത്ത് തുടങ്ങും. പിന്നെ ലാസ്റ്റ് 1 week ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടത്തെ പ്രിപ്പറേറ്ററി എക്സാം ഉണ്ടാവും, ഇവിടത്തെ എക്സാം ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി 2 എക്സാം ഉണ്ട്. പിന്നെ വേറെ ക്വസ്റ്റ്യനിലോട്ട് പോയിട്ടില്ല. ലാസ്റ്റ് 1 week വരെ. ലാസ്റ്റ് 1 weekൽ പിന്നെ ബയോളജി നമുക്ക് മൊത്തത്തിൽ ഒരു റൗണ്ട് വായിച്ചു തീർക്കണം. കെമിസ്ട്രി വായിക്കാനുള്ള എൻ സി ആർ ടി ടോപ്പിക്സ് ഒക്കെ വായിച്ചു തീർക്കണം. ഷോർട്ട് നോട്ട് എല്ലാം റിവൈസ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് 1 weekൽ വേറെ അഡീഷണൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയിട്ടില്ല. ഇവിടത്തെ പ്രിപ്പറേറ്ററിയും പിന്നെ റിവിഷനുമായിരുന്നു. അതിന് മുന്നേ ഒക്കെ ഒത്തിരി അഡീഷണൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പറായിട്ട് വായിക്കാത്ത, അത് പ്രത്യേകിച്ച് ബയോളജിക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴത്തേക്കും പല സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വായിച്ചു നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അവർ എക്സാം ഹോളിൽ ആ ടെൻഷൻ കാരണം വായിച്ചു നോക്കുമ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് പകരം അവർ കറക്റ്റ് ആയിട്ടൊക്കെ അവർ വായിച്ചു വിടുവാണ്. എങ്ങനെ ഇങ്ങനത്തെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? ചിലപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. നമ്മൾ പകുതി വായിക്കുമ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാ, അപ്പോൾ നമ്മുടെ മൈൻഡിൽ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനാന്ന് വിചാരിച്ച് നമ്മളങ്ങ് എഴുതും. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പ്രൊഫസേഴ്സ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അത് ആവണമെന്നൊന്നുമില്ല. നമ്മളത് ഫുള്ള് വായിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യണം. ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസും ആവാം, ഓവർ ടെൻഷനും ആവാം. രണ്ടും കൂടാം. കോൺഫിഡൻസ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഒരു ന്യൂട്രൽ ഫോമിൽ പോകണം.
അപ്പൊ മഞ്ജുമയുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന മഞ്ജുമയുടെ മദറാണ്, നിഷ എന്നാണ് പേര്. അപ്പം മാം, എങ്ങനെയായിരുന്നു മഞ്ജുമയുടെ നീറ്റ് ജേർണിയിൽ മാം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അതായത് ഇപ്പം എക്സാംസ് നടക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ് അമ്മേന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മോളെ സപ്പോർട്ട് ചെയ്തത്? മോൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, പറ്റുന്ന കണക്ക് പഠിച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. മോൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മോളെ അതേന്നും പറഞ്ഞ് അങ്ങിരുന്ന് പഠിക്കുകയായിരുന്നു. വീട്ടിൽ വിളിച്ച് കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ മെറം മിസ്സും പ്രദീപ് സാറും അവർ കോർഡിനേറ്റ് എല്ലാ സാറുമാരുമായിട്ട് ഭയങ്കര, ഇപ്പം കരയുമ്പോൾ ഞാൻ മെറം മിസ്സിനെ വിളിക്കുമായിരുന്നു. അപ്പം സാർ സംസാരിക്കാമെന്ന് പറയും. പിന്നെ പ്രദീപ് സാറും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ അവരുടെ മോട്ടിവേഷൻ കൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ അങ്ങ് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ആയിരുന്നു, ഇവിടെ തന്നെ പഠിച്ചതും എല്ലാം. കരയുമ്പം വിഷം വരുമ്പോഴത്തേക്ക് മിസ്സിനെ വിളിക്കുമായിരുന്നു. അപ്പം മിസ് സംസാരിക്കും. എപ്പോഴും അവരോട് തന്നെ ചെന്ന് ഓരോന്ന് ചോദിക്കുകയും എടുക്കുകയും ചെയ്യുമായിരുന്നു. വെക്കേഷൻസിനൊക്കെ വീട്ടിൽ വരുമായിരുന്നു? അങ്ങനെ വരത്തില്ലായിരുന്നു, ഞാൻ ഇവിടെ വരുമായിരുന്നു, വന്ന് കാണുമായിരുന്നു. ഇവിടെ തന്നെ എക്സാം എഴുതിയത്, അങ്ങ് വീട്ടിലങ്ങനെ വരത്തില്ലായിരുന്നു. ഓക്കെ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയാണ് സെന്റർ ഓപ്റ്റ് ചെയ്ത് എക്സാം എഴുതിയത്? ഇവിടെയാണ് എഴുതിയത്. അപ്പം എക്സാമിന്റെ സമയത്ത് എക്സാം കഴിഞ്ഞ് മാർക്കും ഒക്കെ നോക്കിയിട്ടേ വന്നോളൂ, അങ്ങനെ വന്നിട്ട് വരുവോളെന്ന് പറഞ്ഞു. അത്രയും ഡെഡിക്കേഷൻ ആയിരുന്നു. എക്സാം ഇവിടെ നിന്ന് സാർമാരോട് പറഞ്ഞിട്ട് തന്നെ പോയി ഇവിടെ തന്നെ തിരിച്ചു വന്ന് അവർ കണ്ടിട്ട് തന്നെ. അപ്പം മോളുടെ കൂടെ എയിംസ് ഡൽഹിയിലൊക്കെ പോയിരുന്നോ? പോയിരുന്നു. വൈക്കോട്ട് സെറമണി കണ്ടു. എന്ത് തോന്നി അപ്പൊ? ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ഡൽഹി എയിംസിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. മോക്കപ്പോ ആ ഒരു ഭാഗ്യം കിട്ടിയത്, മോളും ഹാപ്പി തന്നെ, നമ്മളും ഹാപ്പി തന്നെ. അപ്പൊ ഇനി നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ മുമ്പിൽ മോളൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഹാർഡ് വർക്ക് വഴി ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ വാങ്ങിച്ച് ഇപ്പൊ അവിടെ ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ മോൾക്ക് ഇനി വരുന്ന നീറ്റ് ആസ്പിറൻസിനോട് എങ്ങനെയാണ് അവരുടെ എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ വിശ്വസിക്കണം. ആദ്യമേ നമ്മൾ പഠിച്ചോ പഠിച്ചില്ലേ, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റൂലേ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ടൈം നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പഠിച്ചു പോവാം. വേറൊരു പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് എയിംസിലോട്ട് വരികയാണെങ്കിലും നമ്മളെല്ലാവരും അവിടെ ഉണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഹാർഡ് വർക്കിംഗ് വഴി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഡിക്കൽ അഡ്മിഷൻ നേടിയ ഒരു കൊച്ചുമിടുക്കിയാണ് മഞ്ജിമ. അപ്പൊ മഞ്ജിമ നമ്മുടെ ജൂനിയർ സ്റ്റുഡൻസിന് കുറെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളും പറഞ്ഞു തന്നു. പിന്നെ മഞ്ജിമയുടെ ലൈഫിൽ ഇതുപോലത്തെ ഒത്തിരി സന്തോഷങ്ങളും അതുപോലെ വീട്ടുകാർക്ക് പ്രൗഡ് മൊമെന്റുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നന്നായിട്ട് തന്നെ MBBS കംപ്ലീറ്റ് ചെയ്യുകയും ബാക്കി ഫർദർ സ്റ്റഡീസും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.